ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കസ്റ്റാർഡ് കേക്ക് ആയിട്ടാണ്. അപ്പോൾ ഈ കസ്റ്റാർഡ് കേക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുമ്പോൾ ഉള്ള ഈ ഭംഗി തന്നെയാണ് നമ്മൾ കഴിക്കുമ്പോൾ അതിലേറെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. വളരെ സോഫ്റ്റാണ്, നല്ല സ്പോഞ്ച് പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭംഗിയുള്ള ഈ ടേസ്റ്റുള്ള ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 ടീസ്പൂൺ മൈദപ്പൊടിയാണ്. അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും. അപ്പോൾ 240 ml ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് പഞ്ചസാര മിക്സിയുടെ ഒരു ചെറിയ ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര പഞ്ചസാര നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ കേക്കിലേക്ക് ഇടാനുള്ള ഒരല്പം മാത്രം ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ട് ഒരല്പം മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ കേക്കിൻ്റെ ആ മിക്സിൽ നന്നായിട്ട് ഇത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിൽ ഒരല്പം സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഒന്ന് തൂത്ത് കൊടുക്കുക. നമ്മൾ ഈ പാത്രത്തിൻ്റെ വശങ്ങളിലും നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ ഒരെണ്ണം വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബട്ടർ പേപ്പറിൻ്റെ മേലേലും കുറച്ച് ഓയിലൊന്ന് നമുക്കൊന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു വലിയ ബൗൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ കുറച്ച് വലുത് തന്നെ എടുക്കണം, അതല്ലെങ്കിൽ അതിൻ്റെ പൊടികളൊക്കെ സൈഡിലേക്കൊക്കെ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഒരു 4 ടീസ്പൂൺ പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അതിലേക്ക് ഒരു അര ഗ്ലാസ് പാല് ഞാൻ ആകെ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/4 ഗ്ലാസ് നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ഒരു പീസ് ബട്ടർ ഇട്ടാലും മതി. ഇനി ഇത് വീണ്ടും ഒന്നും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ടൊരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 ഗ്ലാസ് മൈദപ്പൊടിയില്ലേ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതായത് 8 ടീസ്പൂൺ മൈദപ്പൊടി. അതൊന്ന് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. അതും അരിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം മാത്രം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ. പിന്നെ അതിലേക്ക് ഇടുന്നത് 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കാരണം നമ്മളുടെ കസ്റ്റാർഡ് പൗഡർ എന്ന് പറഞ്ഞാൽ മിൽക്ക് പൗഡറൊക്കെ കൂടി ചേർന്ന പൗഡറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഒരല്പം ടേസ്റ്റ് കൂടുതൽ കിട്ടും അതിന് വേണ്ടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പാല് പോരാ, കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി മിക്സ് ചെയ്യാം. അല്പം കൂടി പാലൊഴിച്ച് കൊടുക്കുക. എപ്പോഴും പാല് ചേർക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചേർക്കുക. നമ്മളുടെ മിക്സ് അധികം ലൂസായി പോകരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കുറേശ്ശെ പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ യെല്ലോ കളറ് നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൽ ഫുഡ് കളർ യെല്ലോ ചേർത്തിട്ടാണ് ആ യെല്ലോ കളർ നമുക്കിങ്ങനെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനത് 2 ടീസ്പൂൺ ആക്കിയിട്ട് 1 ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്തത്. യെല്ലോ കളർ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ യെല്ലോ കളറിലെ കേക്ക് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്ര മതി ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ടൂട്ടി ഫ്രൂട്ടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിൽ നമ്മളുടെ മിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കേക്കിൻ്റെ ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മേലെ ഒന്ന് സ്പാറ്റില കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക.
നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഒരല്പം മാത്രം ആ ഡ്രൈ ഫ്രൂട്ട് ഒന്ന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ഒരു കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പോൾ കുക്കർ ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുകയാണ്. അതിലേക്ക് ഇതേപോലെ ഒരു റിങ് താഴ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാറ്ററി ഇതിനകത്തേക്ക് ഇറക്കി വെക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ അടപ്പിൽ നിന്ന് ഈ വാഷർ ഉരുമാറ്റണം. പിന്നെ വെയിറ്റും വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ലോ ഫ്ലെയിമിലേക്ക് ആക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 35 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റിൽ ഞാൻ വന്ന് നോക്കിയപ്പോൾ കേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ 35 മിനിറ്റ് കൊണ്ടാണ് നമ്മളുടെ ഈ കേക്ക് റെഡിയായി കിട്ടിയത്. അപ്പോൾ ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇൻസർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളുടെ നൈഫ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടണം. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ബേക്കിംഗ് ടൈം മനസ്സിലാക്കുന്നത്. ഇനി നമുക്കിതെടുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് കേക്കിൻ്റെ ചൂടൊക്കെ നേരിയതായിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. നല്ല അടിപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബട്ടർ പേപ്പറും കൂടി ഒന്ന് മാറ്റി നോക്കാം. കണ്ടോ എത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് നമ്മളുടെ കസ്റ്റാർഡ് കേക്ക് കിട്ടിയെന്ന് നോക്കി. നല്ല കറക്റ്റ് ഷേപ്പും അടിപ്പനായിട്ട് തന്നെ നമുക്ക് കിട്ടി. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ ഞെങ്ങിപ്പോണണ്ട, നല്ല സോഫ്റ്റ്, നല്ല സ്പോഞ്ച് പോലെയാണ് ഇത് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കണമെന്നില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ സ്വാദ് അടിപ്പനായിരിക്കുമെന്ന്. ഓഹ് എന്തൊരു ടേസ്റ്റായിരിക്കും, ഒരു രക്ഷയില്ലട്ടോ. അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് അമർന്ന് പോണണ്ട, അത്രയ്ക്കും കിടു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. പൊളിച്ച്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ സ്പെഷ്യൽ കേക്ക് ഒന്നുണ്ടാക്കി നോക്കുക. അത്രയ്ക്കും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.